ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കാലാണ്. അപ്പം ഇതൊരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം അതിന് വേണ്ടി കേബേജ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു കപ്പ് മൈദ വേണം. പിന്നെ വേവിച്ച ചിക്കൻ മിക്സിയിൽ അടിച്ചെടുത്തത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ വേവിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസിന് അരിയുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരിത്തിരി ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേബേജ്, തക്കാളി, പച്ചമുളക്, കറിവേപ്പ്, ചപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കായ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഒരു കപ്പ് മൈദ വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ച് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒരു സ്പൂൺ വെച്ച് കൊടുത്ത് പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് രൂപത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് നല്ലോണം ഒന്ന് പിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വലിയ സൈസിലും ചെറിയ സൈസിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കോഴിക്കാല് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേറൊരു ട്രേയിൽ കുറച്ച് റസ്ക് പൊടിയും വെക്കണം കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു കോഴിക്കാല് പോലെ ആക്കിയെടുത്ത ആ ഒരു സംഭവം നമ്മൾ ഈ കോഴിമുട്ടയിൽ മിക്സ് ചെയ്ത് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഓരോന്നിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് കോട്ട് കൊടുത്താൽ മതി, നല്ലോണം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ കുക്ക് ചെയ്യേണ്ട രീതി ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ അടിപൊളി കോഴിക്കാല് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇഫ്താർ റെസിപ്പിയാണ്. എല്ലാവരും ഇവിടെ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.